രക്ഷാപ്രവർത്തനത്തിൽ ഇന്നലെ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഏകദേശം 11 മണിയോട് അടുക്കുകയാണ്, സമയം വീണുപോയ സമയത്തോട് അടുക്കുകയാണ്. ആ സമയത്ത് ഒരു 12 മണി മുതൽ എന്താണോ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അതിനപ്പുറത്തേക്ക് കാര്യമായ എന്തെങ്കിലും പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നില്ല. കഴിഞ്ഞു പോയ മണിക്കൂറുകളിലൊക്കെ അതിനപ്പുറത്തേക്ക് കഴിവിൻ്റെ പരമാവധി ഇടപെടൽ നടത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. മാൻഹോളിൽ ഇറങ്ങിയിരുന്നു, പലയിടങ്ങളിലായി പരിശോധന നടന്നിരുന്നു, സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെ പരിശോധനയൊക്കെ നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് ഇന്നലെ എന്താണോ ചെയ്തിരുന്നത് അതിന് അപ്പുറത്തേക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മാലിന്യം, ഇവിടേക്ക് ഒഴുകിയെത്തുന്ന മാലിന്യം ഒരു വലയിലാക്കി JCB ഉപയോഗിച്ച് മുകളിലേക്ക് കോരി മാറ്റുക മാത്രമാണ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. മാത്രമല്ല, ഇപ്പോൾ താഴെ പരിശോധന നടക്കുന്ന സ്ഥലം, ഈ NDRF സംഘം ഇറങ്ങി പരിശോധന നടത്തുന്ന, ഇപ്പോൾ ആ താഴെ ഇറങ്ങി നിൽക്കുന്ന, വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ദൃശ്യമൊക്കെ നമ്മൾ കണ്ട സ്ഥലത്ത് ഇന്നലെ സൂചികുത്താൻ ഇടമില്ലാത്ത സ്ഥലം വരെയും അരിച്ചു പിറക്കി പരിശോധന നടന്നു എന്ന് പറയാൻ കഴിയുന്ന സ്ഥലമാണ്. അവിടെ ഇന്നലെ എത്രയോ ഉദ്യോഗസ്ഥർ ഇറങ്ങി എത്രയോ സമയം പരിശോധന നടത്തിയതാണ്. മാത്രമല്ല, കഴിവിൻ്റെ പരമാവധി സമയം അവിടെ ആ ഒരു പ്രദേശം വീണുപോയത് അവിടെ ആയതിനാൽ തന്നെ അവിടെ ഉണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയിൽ അവിടെ മണിക്കൂറുകൾ ചിലപ്പെട്ടുള്ള പരിശോധന നടന്നതാണ്. പക്ഷേ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഇപ്പോൾ അവിടെ വീണ്ടും പരിശോധന നടത്തുന്നത് എന്തിനാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത്, എന്തെങ്കിലും ലക്ഷ്യം വെച്ചായിരിക്കണം ഒരുപക്ഷെ അവിടുത്തെ പരിശോധന. നമ്മളതിൽ ഒന്നും പറയുന്നില്ല, അവർ ഇതിൽ വൈദഗ്ധ്യം നേടിയവരാണ്. പക്ഷേ നിലവിൽ ഇവിടെ നിന്ന് കണ്ട സാഹചര്യം വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നടത്തുന്ന പരിശോധനയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അർത്ഥമുണ്ടാകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. ഇന്നലെ തന്നെ ഉദ്യോഗസ്ഥർ ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. പ്രശാന്ത് കൃഷ്ണ കൂടി നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇന്നലെ തന്നെ റോബോട്ടുകൾ എത്തിച്ചിട്ടുള്ള പരിശോധന അതിപ്പോൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് സംരംഭമാണ് ജെൻ റോബോട്ടിക്സ്. ജല അതോറിറ്റിക്ക് നിർമ്മിച്ചു നൽകിയ ബാൻഡിക്യൂട്ട് റോബോട്ടാണ് മാലിന്യം നീക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പം അവിടെ ഇറങ്ങിയ സ്ക്യൂബ ടീമിലെ ആളുകളൊക്കെ പറയുന്നുണ്ട് വളരെ കുറച്ച് മാലിന്യം മാത്രമാണ് ഈ റോബോട്ടിന് നീക്കാൻ കഴിയുന്നത്. അതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഈ വല വിരിച്ചൊക്കെ മാലിന്യം നീക്കാൻ കഴിയുമെന്ന്. ഈ റോബോട്ടിൽ നിന്ന് അതിൽ ഈ ക്യാമറയൊക്കെ ഉണ്ട്, ഇറങ്ങി പരിശോധിക്കുമെന്ന് ഇന്നലെ കേട്ടിരുന്നു. ആ രീതിയിലുള്ള തെരച്ചിൽ ഇന്ന് നടക്കുമോ? ആര്യ, ഇന്നിപ്പോൾ പുതിയതായി നടക്കുന്ന നടപടി രക്ഷാപ്രവർത്തനം എന്നത് ഇന്നലെ രാത്രി ബാൻക്യൂട്ട് റോബോട്ടിനെ ഇറക്കി ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അടിഭാഗത്തേക്കുള്ള കനാൽ ഭാഗത്ത് കുറച്ച് മാലിന്യങ്ങൾ നീക്കിയിരുന്നു. ഈ ഭാഗത്തേക്ക് ഇപ്പോൾ റോവറിനെ ഇറക്കിയിരിക്കുകയാണ്. റോവർ ഇപ്പോൾ ഈ അമേജാൻ തോട്ടിൽ ഈ പാതയുടെ അടിഭാഗത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സ്കൂബ ഡൈവിംഗ് ടീം ഈ റോബോട്ടിനൊപ്പം തന്നെ അകത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവർ ഓക്സിജൻ സിലിണ്ടർ അടക്കമുള്ള സംവിധാനങ്ങളുമായാണ് ഇപ്പോൾ ഈ കനാലിൻ്റെ തുടക്ക ഭാഗത്താണ് അവരുള്ളത്. അകത്തേക്ക് ഇന്നലെ ഏത് ഭാഗം വരെ മാലിന്യം ഈ ജെൻ റോബോട്ട് ഉപയോഗിച്ച് ബാൻക്യൂട്ട് ഉപയോഗിച്ച് നീക്കാൻ സാധിച്ചോ ആ ഭാഗത്തേക്ക് റോവറിനെ ഉള്ളിലേക്ക് കടത്തി തെരച്ചിൽ നടത്തുകയാണ്. തെരച്ചിൽ നടത്താനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇവർക്ക് മോണിറ്ററിൽ ഈ റോവറിൻ്റെ ക്യാമറയിൽ നിന്ന് നമുക്ക് പുറത്ത് ലഭിക്കുകയും ചെയ്യാം. അതായത് ഈ അടിഞ്ഞു കിടക്കുന്ന മാലിന്യത്തിൻ്റെ ഇടയിൽ ഇവർ വകഞ്ഞു മാറ്റി ഈ വെള്ളത്തിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഈ ജോയി അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നത് നോക്കുക തന്നെയാണ്. വളരെ ദുഷ്കരമായ പ്രവൃത്തിയാണ്. കാരണം നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഈ കനാലിൽ ഈ അമേജാൻ തോട്ടിൽ നിൽക്കുന്നവർ ഒന്ന് വളരെ കുനിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അകത്തേക്ക് പോകാൻ സാധിക്കൂ. ഇപ്പോൾ സ്കൂബ ഡൈവിംഗ് ടീം അകത്തേക്ക് പോകുന്നത് തന്നെ ഇന്നലെ ഈ ജെൻ റോബോട്ട് ഉപയോഗിച്ച് മാലിന്യം നീക്കിയ ഭാഗത്തേക്കാണ് അകത്തേക്ക് പോകുന്നത്. വളരെ കുറച്ച് ദൂരം മാത്രമേ അങ്ങനെ നീക്കിയിട്ടുമുള്ളൂ. അതായത് നാം മനസ്സിലാക്കുന്നത് 40 മീറ്റർ മാത്രം അകത്തേക്ക് ഇതുവരെ എത്താൻ സാധിച്ചിട്ടുള്ളൂ. അത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത്. നേരത്തെ അമൽ നിൽക്കുന്ന മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് മാൻഹോൾ തുറന്നും ഒരു 40 മീറ്ററിന് അകത്ത് ദൂരത്തേക്ക് മാത്രമേ കയറാൻ പറ്റിയിട്ടുള്ളൂ. റവന്യൂ ഉദ്യോഗസ്ഥരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ജോയി കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിനും മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിനും ഇടയ്ക്കുള്ള ഭാഗത്താണ്. മാത്രമല്ല, അകത്തേക്ക് പോയി പരിശോധന നടത്തിയവർ, വളരെ കുറഞ്ഞ ദൂരത്ത് മാത്രം അകത്തേക്ക് പോയി പരിശോധന നടത്തിയവർ തന്നെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ ഭാഗത്ത് അടിയിലേക്ക് ഒഴുക്കുണ്ട്. അതായത് മലിനജലം വളരെ താഴത്തിൽ ഒഴുകിപ്പോകുന്നുണ്ട് എന്നതാണ്. അതായത് ആഴമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ ദുഷ്കരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. അത് മാനുഷികമായി ചെയ്യാവുന്ന പ്രവൃത്തിയാണെങ്കിലും ഒരു മെക്കാനിക്കൽ ജോബ് ആണെങ്കിൽ പോലും, ഒരു റോബോട്ടിനെ ഇറക്കിയുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും വലിയ ദുഷ്കരമായ രക്ഷാപ്രവർത്തനം തന്നെയാണ്. കാരണം
ഏകദേശം ഒരു 4-5 വർഷത്തിലധികമായി ഇവിടെ ഈ മാലിന്യം നീക്കുന്ന പ്രവൃത്തികൾ ഈ ഭാഗത്ത് നടന്നിട്ടില്ല എന്ന് തന്നെയാണ്. അതായത് ഓപ്പറേഷൻ അനന്ത 2018 വരെയുള്ള കാലത്ത് നടന്ന ഏറ്റവും ദീർഘമേറിയ ഒരു ശുചീകരണ പ്രവൃത്തി, അതായത് ഈ 1ാമത്തെ പ്ലാറ്റ്ഫോമിനും 5ാമത്തെ പ്ലാറ്റ്ഫോമിനും ഇടയിലുള്ള മാലിന്യങ്ങൾ നീക്കുന്ന ഒരു വലിയ പ്രവൃത്തി അന്ന് നടത്തിയിരുന്നു. അത് ഈ ചെറിയ JCB അകത്തേക്ക് കടത്തിവിട്ടെല്ലാമാണ് അന്ന് ക്ലീൻ ചെയ്യാൻ സാധിച്ചിരുന്നത്. അത്തരത്തിലൊരു പ്രവൃത്തി വർഷങ്ങളോളം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മാലിന്യം കുന്നുകൂടി കിടക്കുന്നു, അതിൻ്റെ അടിഭാഗത്തൂടി വെള്ളം ഒഴുകിപ്പോകുന്നു. ഈ രീതിയിലാണ് ഇപ്പോൾ ഈ ആമേഞ്ചാന്തോട്ടിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലുള്ള ഒരവസ്ഥ. അപ്പോൾ അതിനിടയിൽ നിന്ന് ഒരാളെ രക്ഷിച്ചെടുക്കുക എന്ന രക്ഷാപ്രവർത്തനം എത്രത്തോളം ദുഷ്കരമാണ്. ഇന്നലെ എവിടെയാണോ ഇന്ന് പുലർച്ചെ അവസാനിപ്പിച്ചത് ആ ഭാഗത്ത് നിന്ന് തുടങ്ങുമ്പോൾ 1ാമത്തെ പ്ലാറ്റ്ഫോമിനും 3ാമത്തെ പ്ലാറ്റ്ഫോമിനും ഇടയിൽ ഈ രക്ഷാദൗത്യത്തിന് പ്രവർത്തകർക്ക് എത്തിപ്പെടാൻ കഴിയാത്തത്ര സ്ഥലമുണ്ട്.